നെഗറ്റീവ് കമന്റ് അത് എനിക്ക് തോന്നുന്നത് ജയ് ഗണേശ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഈ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. ആ ധാരണയാണ് മാളിക അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്നതാണോ എന്ന് ഒരു തോന്നല് ജനങ്ങൾ. അതുപോലെ പിന്നെ മെയിനായിട്ടുള്ള തിയേറ്ററിലൊന്നും ഇത് ജയ് ഗണേഷ് ഇല്ല. അതെന്താണെന്നുള്ള ഒരു റീസണേ, കാരണം ഞങ്ങൾ ബാക്കി എല്ലാ ഫിലിമുകളും മെയിനായിട്ടുള്ള തിയേറ്ററുകളിലുണ്ട്. ജയ് ഗണേഷ് വളരെ ഇതായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഒതുക്കുന്നത് പോലെയുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ പിക്ചർ. തുനിഞ്ഞിറങ്ങിയ അവനവൻ്റെ ഉള്ളിലൊരു ഹീറോ ഉണ്ട്, മനസ്സെന്നുള്ളൊരു മിറാക്കിൾ അതിനെ കാണിക്കുക. അല്ലാണ്ട് സാധാരണ ഫാൻറ്റസി ഒരു മിന്നൽ മുരളി ആ ടൈപ്പല്ല. നല്ല കുറച്ച് സമയം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന എന്താവും എന്നുള്ള ഇതിങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്നു മോള്. എന്താണെന്ന് ശേഷം കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നല്ല സിനിമ. ഉണ്ണിച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നോ? അങ്ങനെ ഉണ്ണിമുകുന്ദൻ നായകത്തെ ജയ് ഗണേശ് റിലീസ് ആദ്യ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ വിശുദ്ധനം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെ ധാരാളം പ്രശ്നമായിരുന്നു. അവരോട് ചോദിച്ചു നോക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല സിനിമ, കുട്ടികൾക്കുള്ള നല്ല സിനിമ. സൂപ്പർ ഹീറോ അതന്നെയാണ് നല്ല സിനിമ. നല്ല പടം. അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് സർവേ ത്രില്ലർ നമ്മുടെ രഞ്ജിത്ത് ശങ്കറല്ലേ, പുള്ളിയുടെ നല്ലൊരു വർക്കാണ്. പിന്നെ ഉണ്ണിമുകുന്ദൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സൂപ്പർ ഹീറോ എന്നുള്ളതിനേക്കാളും നമ്മളെല്ലാവരും ഹീറോസാണ്. എല്ലാവരും ഒന്ന് തുനിഞ്ഞിറങ്ങിയ അവനവൻ്റെ ഉള്ളിലൊരു ഹീറോ ഉണ്ട്, മനസ്സെന്നുള്ളൊരു മിറാക്കിൾ അതിനെ കാണിക്കുക. അല്ലാണ്ട് സാധാരണ ഫാൻറ്റസി ഒരു മിന്നൽ മുരളി ആ ടൈപ്പല്ല. അവനവൻ തന്നെ എല്ലാവരുടെ ഉള്ളിലൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ആ സൂപ്പർ ഹീറോയെ സ്വയം കണ്ടെത്തുക എന്നുള്ളത് മോട്ടിവേഷണൽ സിനിമയാണ് തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, സൂപ്പർ, നല്ല സിനിമ, നല്ല മൂവി ആയിട്ടുണ്ട്. നല്ലവണ്ണം പടം പിക്ചർ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ മെയിനായിട്ടുള്ള തിയേറ്ററിലൊന്നും ഇത് ജയ് ഗണേഷ് ഇല്ല. അതെന്താണെന്നുള്ള ഒരു റീസണേ, കാരണം ഞങ്ങൾ ബാക്കി എല്ലാ ഫിലിമുകളും മെയിനായിട്ടുള്ള തിയേറ്ററുകളിലുണ്ട്. ജയ് ഗണേഷ് വളരെ ഇതായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഒതുക്കുന്നത് പോലെയുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ പിക്ചർ. പക്ഷേ നല്ല ഫിലിമാണ്, നല്ല ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഉഗ്രൻ ഫിലിമാണ്. അല്ല, ഞാനത് ശ്രദ്ധിച്ചു. അതായത് ഏകദേശം ഞങ്ങളിപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഫാമിലിയായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ബുക്ക് മൈ ഷോയിൽ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നെഗറ്റീവ് കമൻറ്റാണ്. പിക്ചർ കാണാതെ തന്നെ പിക്ചറിൻ്റെ ലെവലേഷൻ പോലും ഇല്ല അതിൽ പറഞ്ഞേക്കുന്ന ഐഡിയോളജികൾ പോലും ഇല്ലാതെയാണ് വെറുതെ മെസ്സേജ് ഇടുന്നത്. ഒന്നുകിൽ ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജ് ഒഴിവാക്കുക. പക്കയായിട്ട് ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജ് ഇടുന്നതുകൊണ്ടാണ് ഫാമിലികൾ മിക്കവാറും തിയേറ്ററിലോട്ട് കയറാത്തത്. പറയുന്നതെന്ന് പറഞ്ഞാൽ കാശ് വെറുതെ പോകുന്നു, മിസ്സാണ്, ടൈം മിസ്സാകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പക്ക വേസ്റ്റാണ്. പടം തിയേറ്ററിൽ നിന്ന് കാണുന്നത് 100% സേഫ്റ്റി ആണ്. അല്ല, ഇത് വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിക്ചർ കാണാതെ അനലൈസ്മെൻ്റ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്, ഞങ്ങളിനിപ്പോൾ അടുത്ത ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ വളരെ മോശമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ തിയേറ്ററിൽ വളരെ ഒതുക്കിയിട്ടുണ്ട് ഈ ഒരു പടത്തിന് വന്നിട്ട്. ഓക്കെ, താങ്ക്സ്. ഫാമിലിയായിട്ട് ഫുള്ളായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള പടമാണ്. താങ്ക്സ്. കുഴപ്പമില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടമാണ്, നല്ല പടം, നല്ല പടമാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ പറയാം. സൂപ്പർ പടം, മികച്ച അഭിനയമാണ്. മുന്നിലെ വളരെ ഇടക്കാലത്ത് കണ്ടതിന് ശേഷം നല്ലൊരു ആക്ടറാണ്. നല്ല സിനിമ, നല്ല അഭിനയമാണ്. ഉണ്ണിമുകുന്ദൻ്റെ സൂപ്പർ അഭിനയമാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻകറേജ്മെൻറ്റ് കിട്ടുന്നതാണ്. നമ്മൾ സൂപ്പർ ഹീറോസിനെ കളിയാക്കുമ്പോൾ നമുക്ക് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ എൻകറേജിങ് ആയിട്ടുള്ളതും, നമ്മളിൽ അവർക്ക് കൂടുതൽ സിമ്പതിയല്ല അവർക്ക് വേണ്ടത്, സപ്പോർട്ടാണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന നല്ലൊരു ഫിലിം. ഗുഡ് മെസ്സേജ് കൊടുക്കുന്ന നല്ലൊരു ഫിലിമാണ്. വളരെ ഞാൻ കണ്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും ഉണ്ണിമുകുന്ദൻ്റെ വളരെ നല്ലൊരു അഭിനയമാണ് ആ സിനിമ എന്ന് പറയുന്നത്. നെഗറ്റീവ് കമന്റ് അത് എനിക്ക് തോന്നുന്നത് ജയ് ഗണേശ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഈ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. ആ ധാരണയാണ് മാളിക അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്നതാണോ എന്ന് ഒരു തോന്നല് ജനങ്ങൾക്ക്. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് സിനിമ കാണുമ്പോഴേ ഞാനും ആ ഒരു ധാരണയിലാണ് ഞാൻ. കാരണം പലപ്പോഴും ട്രോളുകൾ കണ്ടു, ജയ് ഹനുമാൻ എന്നും ജയ് അങ്ങനെ ഒരു പ്രത്യേക മതത്തിനെ ഉണ്ണിമുകുന്ദൻ പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ അതുമായി റിയാലിറ്റിയിൽ അതൊന്നും ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു അവിശ്വസനീയമായ ഒരു സിനിമ തന്നെയാണ്. റിയാലിറ്റി നമ്മളൊരു ഒറിജിനൽ ഒരു ട്രൂ സ്റ്റോറി എങ്ങനെയാണോ അത് തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫിലിമാണ്. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് ഈ സിനിമ. നല്ല സിനിമ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ നല്ലൊരു വേഷം തന്നെയാണത് ചെയ്തിട്ടുണ്ട്.
ഇഷ്ടപ്പെട്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു. ഉണ്ണിമൂന്തൻ എങ്ങനെയുണ്ടായിരുന്നു? ആയിരുന്നു. മോൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്കെല്ലാം പറ്റിയ സിനിമ പറ്റിയ സിനിമയാണ്. നല്ല കുറച്ച് സമയം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന എന്താവും എന്നുള്ള ഇതിങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്നു മോള്. ഉണ്ണിച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. ഉണ്ണിമൂന്തൻ്റെ അസാധ്യ പെർഫോമൻസ്. ഇതിലുള്ള ഉണ്ണിയുടെ ഒരു വ്യത്യസ്തമായ സിനിമ. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വ്യത്യസ്തമായ പടമായിരുന്നു. ഉണ്ണിമൂന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമൂന്തനും കൊള്ളാം. ഫാമിലിക്കെല്ലാം പറ്റിയ ഒരു സിനിമ. ഫാമിലിക്ക് പറ്റിയ സിനിമ. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു. ഉണ്ണിമൂന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. വലിയ കുഴപ്പം, നല്ല രസമാണ് കാണാൻ, കണ്ടിരിക്കാം പടം. ഉണ്ണിമൂന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമൂന്തൻ അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലായിരുന്നു. ഫാമിലിക്ക് കാണാൻ പറ്റിയത്. നല്ല സിനിമ. എന്താണെന്ന് ശേഷം കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. ഉണ്ണിമൂന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അഭിനയം, പറയാതിരിക്കാൻ വയ്യ. നല്ല സിനിമയായിരുന്നു. ഉണ്ണിമൂന്നൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പ്രത്യേകത നല്ല മേക്കിംഗ് ആണ്. പിന്നെ ഉണ്ണിമൂന്തൻ്റെ അഭിനയം സൂപ്പറാണ്. പിന്നെ മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. പേരുമായി ബന്ധപ്പെട്ട സിനിമ തന്നെയാണോ എന്തായാലും? ജയഗണേഷുമായിട്ട് ബന്ധപ്പെട്ട പേരെന്ന് വെച്ചാൽ നായക കഥാപാത്രം ഒരു അമാനുഷിക കഥാപാത്രം വരുന്നെന്നുള്ള ഫീൽ നമുക്കുണ്ടാവും. നല്ല സിനിമയാണ് ഇതിൽ. വളരെ ഇഷ്ടപ്പെട്ടു. ഉണ്ണിയേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. വിജയൻ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും? ഇല്ല, ക്യാരക്ടർ വൈസ് നല്ലതായിരുന്നു.